അസ്സലാമലൈക്കും. ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ടു സർവിറ്റ് ലേക്ക് ഷാനി. നമ്മൾ തണ്ണിമത്തൻ കഴിക്കാറുണ്ട്. തണ്ണിമത്തൻ കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി പൊതുവെ കളയാറാണ്. അപ്പോൾ ആ തൊലി കൊണ്ട് തന്നെ നമുക്ക് ഒരു ഉഗ്രനായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ കറി, പരിപ്പിട്ട ഒരു വെജിറ്റേറിയൻ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു തണ്ണിമത്തൻ വാങ്ങിയാൽ രണ്ടുണ്ട് കാര്യം. നമുക്ക് ഉള്ളിലത്തെ കഴിക്കുകയും ചെയ്യാം, പുറത്തത്തെ ഭാഗം കൊണ്ട് കറി വെക്കാം. അപ്പോൾ ആദ്യമായി വേണ്ടത് നമ്മൾ തണ്ണിമത്തനെടുത്ത് കഴിച്ച് കഴിഞ്ഞ ബാക്കി വരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ പിങ്ക് കളർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു പീസ്, ഇങ്ങനത്തെ പീസാണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇങ്ങനത്തെ എന്തായാലും ഒരു 3-4 പീസ് വേണം. പിന്നെ വേണ്ടത് പരിപ്പാണ്. ഞാനിവിടെ റെഡ് കളർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തുവരപ്പരിപ്പും ഒക്കെ എടുക്കാം, കടലപ്പരിപ്പല്ലാത്തത് എന്തും ആവാം. ഇതാവുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുക്കായി വരും എന്നുള്ളതാണ്. പിന്നെ വേണ്ടത് തേങ്ങയാണ്, നാളികേരം ഇവിടെ ഒരു നാളികേരത്തിൻ്റെ പകുതി, ഒരു മുറി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകം, പിന്നെ 2 ചെറിയ ചുവന്നുള്ളി. പിന്നെ വേണ്ടത് ഒരു പീസ് ചെറുത് മതി വെളുത്തുള്ളി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അരക്കാൻ വേണ്ടത്. പിന്നെ വേണ്ടത് പൊടിയായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മാത്രമാണ്, പിന്നെ ഉപ്പും. പിന്നെ എരിവിന് നമ്മളിവിടെ പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കടുക്, വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പീസ് എടുത്തിട്ട് ഈ റെഡ് കളർ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഒരു മധുരമല്ലേ. അപ്പോൾ നമുക്കൊരു പീലർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കത്തി യൂസ് ചെയ്തിട്ടോ ഇതിൻ്റെ സ്കിൻ ഭാഗം കളയാം. നമുക്കിത് കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്കയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട പീസ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ കുക്കറിലാണ് കറി വെക്കാൻ പോകുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കറിയായി കിട്ടും. നമ്മൾ സാധാരണ വേസ്റ്റായിട്ട് കണക്കാക്കുന്ന തണ്ണിമത്തൻ്റെ ആ തൊലി ഭാഗം നന്നായി വാഷ് ചെയ്തിട്ട് ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ പരിപ്പും ഇട്ട് കൊടുക്കാം. 1/2 കപ്പാണ് പരിപ്പ് ഇട്ടിട്ടുള്ളത്. റെഡ് കളറായിട്ടുള്ള ഈ പരിപ്പാണെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റുള്ളൂ. വേറെ പരിപ്പുകളൊക്കെ ആണെങ്കിൽ ആദ്യം പരിപ്പ് വേവിച്ചതിന് ശേഷം വേണം കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ വെന്ത് കിട്ടില്ല. ഇത് പെട്ടെന്ന് തന്നെ വേവുന്ന പരിപ്പായ കാരണമാണ് നമ്മൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടത്. ഇനി നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് 4 എണ്ണം ആഡ് ചെയ്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ വേവാൻ വേണ്ട വെള്ളം കൂടണ്ട, ജസ്റ്റ് അതിന് കുറച്ച് മുകളിലായിട്ട് വരണം. അപ്പോൾ ഇനി ഒറ്റ വിസിൽ മതി. ഒരു വിസിലടിക്കോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കഷ്ണങ്ങളും അതുപോലെ പരിപ്പും വേവുന്ന ആ സമയം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കാം. അതിനായിട്ട് ഗ്രൈൻഡറിൽ നാളികേരം ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളം. അപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ പ്രഷർ മൊത്തം റിമൂവ് ചെയ്തിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. നമ്മുടെ കണ്ടില്ലേ, കുമ്പളങ്ങയുടെയൊക്കെ പീസ് പോലെ പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം.
മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നാളികേരം അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുക്കാം. പരിപ്പൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ വെള്ളം ചേർക്കേണ്ടവർക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് താളിച്ച് കൊടുക്കാം. അപ്പോൾ തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. താളിച്ചൊഴിക്കാനുള്ള ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ടീസ്പൂണ് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് താളിച്ചൊഴിച്ച കടുകും വറ്റൽമുളകൊക്കെ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ തൊലി വെച്ചിട്ടുള്ള കറി റെഡിയായി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലവ് ചുരുങ്ങിയ ഒരു കറിയാണ്. നമ്മൾ പൊതുവെ തണ്ണിമത്തൻ മേടിച്ചാൽ അതിലത്തെ ഫ്രൂട്ട് ഉള്ളിലത്തെ ഭാഗം കഴിച്ചിട്ട് പൊതുവെ നമ്മൾ എന്ത് ചെയ്യും, തൊലി കളയാറാണ് പതിവ്. അപ്പോൾ ഇനി ആ തൊലി കളയണ്ട. അപ്പോൾ അങ്ങനെ എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കറി. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരാണെങ്കിൽ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ കാണുന്നവരിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് നമുക്ക് കിട്ടും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. ഓൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനിയും ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായി വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.